ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതരായ പ്രേക്ഷകർക്ക് വന്ദനം. പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുന്ന കർത്താവിനെക്കുറിച്ചുള്ള 25-ാം സങ്കീർത്തനത്തിലെ ചിന്ത വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. കർത്താവ് പറഞ്ഞു വരുന്നത്, നിങ്ങളെ വളരെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ ഉണ്ട്, എന്നാൽ നിങ്ങൾക്കിപ്പോൾ കഴിവില്ല, വഹിക്കാൻ കഴിവില്ല. അതുകൊണ്ട് നിങ്ങളുടെ വഹിക്കാനുള്ള കഴിവില്ലായ്മയെ പരിഗണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു ഹെൽപ്പർ, ഒരു കൗൺസിലർ, ഒരു അഡ്വക്കേറ്റ് വരുന്നുണ്ട്. അവൻ്റെ പേര് പരിശുദ്ധാത്മാവ്. അവൻ വന്ന് പഠിപ്പിക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും. അപ്പോൾ പഠിപ്പിക്കലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും രണ്ടാണ്, രണ്ടും ആവശ്യവുമാണ്. ഈ ഡ്രൈവിങ്ങിനെ കുറിച്ച് തന്നെ എടുത്താൽ അതിനൊരു തിയറിയുടെ ക്ലാസ് ഉണ്ട്, പ്രാക്ടിക്കലിൻ്റെ ക്ലാസ്സും ഉണ്ട്. കൂടുതലും പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കണമെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലുള്ളതുപോലെ തന്നെ ബ്രേക്കും മറ്റ് ചില സംവിധാനങ്ങളും ഉള്ള ഒരു കാർ വേണം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നു കൊണ്ട് പ്രാക്ടീഷണർ, നമ്മളെ പഠിപ്പിക്കുന്ന ആൾ നമ്മളെ പഠിപ്പിക്കുകയും നമ്മൾ അബദ്ധം കാണിച്ചാൽ വണ്ടി ചവിട്ടി നിർത്തുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമ്മളും അധ്യാപകനും രണ്ടും മരണത്തിലേക്ക് പോകും. അപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് നല്ല ഒരു പരിശീലകനും നല്ലൊരു വിദ്യാർത്ഥിയും ഒത്തുവരണം. അപ്പം നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ സത്യം, ക്രിസ്തുവിൻ്റെ സത്യം, ക്രിസ്ത്യാനിറ്റിയുടെ സത്യം, യഥാർത്ഥ ദൈവ വചനത്തിൻ്റെ സത്യം, ആ സത്യത്തിൽ നടത്തിപ്പഠിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ അയക്കാമെന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. അങ്ങൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. അപ്പോൾ ദാവീദ് അന്നേ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ദൈവീക സത്യങ്ങൾ കേവലം നോട്ട് എഴുതി മനഃപ്പാടമാക്കി
പഠിക്കേണ്ടത് അല്ല, മറിച്ച് പ്രാക്ടിക്കലാക്കേണ്ടതാണ്. പലപ്പോഴും പറയുന്ന ഉദാഹരണം പോലെ തന്നെ പറയുകയാണ്, ഡ്രൈവിങ് പോസ്റ്റലായിട്ട് പഠിക്കാൻ പറ്റുമോ? ബാത്റൂമിൽ നീന്തൽ പഠിക്കാൻ പറ്റുമോ? അമ്പെയ്യാൻ ഡൈനിങ് ഹാളിൽ ഇരുന്നുകൊണ്ട് പറ്റുമോ? വെടിവെക്കാൻ ഫുട്ബോൾ കോർട്ടിൽ പറ്റുമോ? ഫുട്ബോള് വീടിൻ്റെ മുറ്റത്ത് പഠിക്കാൻ പറ്റുമോ? ചെറുതായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ കാര്യത്തിനെല്ലാം ഒരു പ്രാക്ടിക്കൽ ഫീൽഡ് വേണം, പ്രാക്ടിക്കൽ മിനിസ്ട്രി വേണം. അപ്പം ദൈവമേ, അങ്ങയുടെ സത്യത്തിൽ നടത്തി പഠിപ്പിക്കണമേ, നടത്തി പഠിപ്പിക്കണമേ. എനിക്കതിൻ്റെ പ്രാക്ടിക്കലും കൂടെ തരയണമേ. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, അങ്ങയുടെ തിരുവിഷ്ടപ്രകാരമുള്ള സത്യത്തിൻ്റെ, നീതിയുടെ, വിശുദ്ധിയുടെ, നിത്യതയുടെ പാതയിൽ നടക്കാൻ, ജീവിക്കാൻ എന്നെ കൈ പിടിച്ച് നടത്തണമേ. ആമേൻ, ആമേൻ, ആമേൻ.